തൂരിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ജനപ്രതിനിധികൾ സിപിഎം പ്രതിനിധി പ്രസിഡന്റ് ആകുന്നത് നോക്കി നിൽക്കാണോ? തനിനാടൻ മലയാളി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. വാർത്ത വായിക്കുന്നത് തനുശ്രീ. കാൽ നൂറ്റാണ്ട് കാലത്തോളം സിപിഎം ഭരിച്ച് കുട്ടിച്ചോറാക്കിയ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 22 സീറ്റിൽ നിന്നും സിപിഎം 10 സീറ്റിലേക്ക് കൂപ്പുകുത്തി. കോൺഗ്രസും 8 സീറ്റ് നേടി. 2 കോൺഗ്രസ് വിമതരും ജയിച്ചു. ഇതിൽ കെ.ആർ. ഔസേപ്പ് സിപിഎമ്മിനെ അനുകൂലിക്കുന്നു. ബിജെപിക്ക് 4 മെമ്പർമാർ. കാൽ നൂറ്റാണ്ട് കാലം സിപിഎം അഴിമതി ഭരണം അവസാനിച്ചതിൽ സന്തോഷത്തിലാണ് പ്രാദേശികവാസികൾ. 10 സീറ്റ് ലഭിച്ച സിപിഎമ്മിന് ഭരിക്കാനാകില്ല, ഭൂരിപക്ഷം ഇല്ല. പ്രാദേശിക വികാരം ഉയരുകയും കോൺഗ്രസ് വിമതയായി ജയിച്ചയാളെ പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചു. കെ.ആർ. ഔസേപ്പിനെയാണ് പ്രസിഡന്റ് ആക്കുന്നതിലേക്ക് ധാരണയായത്. 10 സീറ്റ് തുല്യമായതിനാൽ നറുക്കെടുപ്പിൽ വിജയിക്കണം. ഈ സമയം സിപിഎം നേതൃത്വം ഔസേപ്പിനെ സ്വാധീനിച്ചു. UDF പക്ഷത്തു നിന്ന് നറുക്കെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനില്ല. ഔസേപ്പ് പിൻവാങ്ങി. അപകടം മണത്ത കോൺഗ്രസ് മെമ്പർമാർ പാർട്ടിയിൽ നിന്ന് ഉടനെ രാജിവെച്ചു. പ്രാദേശിക വികാരം മാനിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ടെസി ജോസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർത്തി വിജയിപ്പിച്ചു. അതിന് ബിജെപിയുടെ 2 പേർ പിന്തുണച്ചു. 2005 ഷൊർണൂർ നഗരസഭ സിപിഎം ഭരിച്ചത് 3 ബിജെപി മെമ്പർമാരുടെ പിന്തുണയിലാണ്. കഴിഞ്ഞ 20 വർഷമായി സംസ്ഥാനത്ത് 40-ലധികം പഞ്ചായത്തുകളിൽ സിപിഎം വെൽഫെയർ പാർട്ടി SDPIയുമായും ബിജെപിയുമായും മാറി മാറി ഭരിച്ചു. കഴിഞ്ഞ തൃശൂർ കോർപ്പറേഷൻ ഭരണത്തിൽ UDF കൊണ്ടുവന്ന 3 അവിശ്വാസ പ്രമേയം സിപിഎം അതിജീവിച്ചത് 6 ബിജെപി മെമ്പർമാർ വിട്ടുനിന്നാണ്. ഓരോ അവിശ്വാസ പ്രമേയ സമയത്തും സിപിഎം ബിജെപിയെ സ്വാധീനിച്ച് അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി. എല്ലാം പരമ രഹസ്യമായിരുന്നു. മറ്റത്തൂരിൽ സിപിഎം ആദർശം ഉയർത്തിപ്പിടിക്കുന്നത് പഴയ ജാള്യത മറച്ചു പിടിക്കാൻ മാത്രമെന്നാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചവർ പറയുന്നത്. ഇനിയും സിപിഎം ഭരിക്കുന്നത് നോക്കി നിൽക്കുന്നത് ആത്മഹത്യാപരമാണ്. വടക്കാഞ്ചേരി മോഡലിൽ കോടികൾ മുടക്കി മെമ്പർമാരെ അടർത്തി മാറ്റും. തൽക്കാലം 6 മാസം കഴിഞ്ഞ് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാം. ഈ 6 മാസം കൊണ്ട് മറ്റത്തൂർ നിവാസികളുടെ പ്രശ്നങ്ങൾക്ക് ആശ്വാസമായി കുറച്ച് പരിഹാരമെങ്കിലും കണ്ടെത്തുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റത്തൂരിൽ കോൺഗ്രസ് തകർന്നടിയും. സിപിഎം നികുതി കൊള്ള തുടരും. അതിന് അറുതി വരുത്താൻ 6 മാസക്കാലം പ്രയത്നിക്കുക. കോൺഗ്രസ് വിട്ടവർ പറയുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കാം. ബിജെപി SDPIയുമായി ഭരണം നടത്തിയവർ തങ്ങളെ മാതൃക പഠിപ്പിക്കാൻ ഇറങ്ങേണ്ട. നിങ്ങളുടെ അഴിമതികൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരും. അതിൽ ഭയന്നാണ് സിപിഎമ്മിന്റെ വിലാപങ്ങൾ. DCCയെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്തിരിഞ്ഞോടില്ലെന്നാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചവർ ആവർത്തിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്താൽ സിപിഎം വീണ്ടും അധികാരത്തിൽ തിരിച്ചുവരുന്നത് കാണേണ്ടി വരുമെന്നും അവർ ഭയപ്പെടുന്നു. എന്തു തന്നെയായാലും മാപ്ര സഖാക്കളുടെ സഹായത്തോടെ മറ്റത്തൂരിൽ ഭരണം അട്ടിമറിക്കുക സാധ്യമല്ല എന്ന് തനിനാടൻ മലയാളി ന്യൂസ് തൃശൂർ ബ്യൂറോ.